അങ്ങനെ ഫേസ്ബുക്ക് നേതാക്കന്മാർ. അവിടെ ശൈലജ ടീച്ചർ അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വടകര നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് രക്ഷയില്ല. അതിനു പകരം പുതിയ ഒരു അടവ് ഇന്നേ വരെ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. അതാണ് അശ്ലീലം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല പ്രചരണം. അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലമൊന്നുമല്ല. പിണറായി വിജയന്റെ തല, ശൈലജ ടീച്ചറെ തല, ബാക്കിയെല്ലാം വേറെയാന്ന് പറഞ്ഞാൽ ശൈലജ അശ്ലീലം. എന്നിട്ട് വീട്ടിലേക്കുള്ള കുടുംബ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. മോർഫ് ചെയ്ത ഇത്തരം പടങ്ങൾ, ഇത്തരം നിരവധിയായ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാത്ത നിരവധി വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കൂടി പ്ലാൻ ചെയ്ത് കൈകാര്യം ചെയ്തതാണ് എന്ന് ശൈലജ ടീച്ചർ വളരെ വ്യക്തതയോടുകൂടി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അതിന്റെ പിന്നിൽ ആരാ? അതിന് പിന്നിൽ വി ഡി സതീശനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതിന്റെ പിന്നിൽ ഷാഫി പറമ്പലാണ്. എന്താ ഉത്തരം എന്ന് ഞങ്ങൾ ചോദിച്ചു. ആരാ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ്? അതാ ഉത്തരം. ഇത് ആർക്കു വേണ്ടിയാണ്? ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത പടങ്ങളും മെസ്സേജുകളും ക്ലിപ്പുകളുമെല്ലാം ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം UDF സ്ഥാനാർത്ഥിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവർ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഷാഫി പറമ്പിൽ വീണ്ടെടുക്കുന്നതിനുള്ള എന്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറഞ്ഞ് പിന്തുണയോടുകൂടി തന്നെ കേസ് കൊടുക്കും. ഞങ്ങളെല്ലാം പ്രസംഗിച്ചതാണ്. ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുത്തു, കേസ് ഞങ്ങൾ നേരിട്ടു. അതിന്റെ വ്യാപകമായ പ്രചാരവേല, അശ്ലീല പ്രചാരവേല, അശ്ലീലം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമം. പക്ഷെ കേരളമാണിത് എന്ന് മനസ്സിലാവണം.